ആദ്യം നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ ഓണർ കാണാം. ഒരു ചെറുപ്രായക്കാരനാ. ആരോ ചെയ്തൊരു വീഡിയോ കണ്ട് അതിലെ കമന്റുകൾ വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എവിടെ അവർക്ക് എല്ലാവർക്കും അന്വേഷിക്കാം. കാരണം 19 2021 കിട്ടൂല. പെട്രോൾ ഡീസൽ ഡീസൽ പെട്രോൾ അല്ല ഡീസൽ. ഓക്കെ. ഫോർച്യൂണർ ബ്ലാക്കിനോട് പ്രത്യേക ആൾക്കാർക്ക് ഇഷ്ടമാണ്. അടുത്ത 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ കിട്ടും. ഒക്കെ പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആട്ടോ. ഇത് ചെയ്തതാണ്, കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ വില കുറച്ച് കൊടുത്താലൊന്നും വല്ലാതെ ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് ഓന്റെ ഒരു വട്ടച്ചെലവ്, അതായത് ഓന്റെ ചെലവിലുള്ള എടുത്തിട്ട് ബാക്കി ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ ഷോറൂം കണ്ടീഷനിലുള്ളതാണ്. അവിടെ എനിക്ക് കുടുംബക്കാരെങ്കിലും ഉണ്ടോ? അവിടെ ഉണ്ട്, നമ്മളതായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. ഇത് കസ്റ്റമറിലൊക്കെ എന്തായാലും ഒരു 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ മാറ്റം ഉണ്ടാവും. മൂപ്പരാട്ട് എന്നോട് പറഞ്ഞത് ഞാൻ എനിക്കൊരു റോൾസ് റോയ്സ് വേണമെന്ന് പറഞ്ഞു. ഇജ് മറ്റന്നാൾ വന്നോ പറഞ്ഞോട്. അപ്പോൾ സാധനം എത്തിച്ചരാന്ന്. അയ്യോ, കട്ടൻ ചായയും കിട്ടിയിട്ടുണ്ട്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇന്നെ പറഞ്ഞാൽ മൂപ്പരോട് എത്തിച്ചു തരും. നിർത്തിയിട്ട് എന്ത് കാര്യ? അതെന്താ കിട്ടുന്നത്? 10 15 രൂപ കിട്ടിയിട്ട് വേഗം കൊടുക്കുക, അടുത്ത് വേറെ കൊണ്ടുവരിക, അതന്നെ പരിപാടി. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളി, നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും നഷ്ടം വരില്ല. ഇന്ന് കേരളത്തില് യൂസ്ഡ് ബൈക്ക് ഷോപ്പുകളിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തിയതാണ്. എൻ്റെ നാട്ടിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ ഓണർ കാണാം. ഒരു ചെറുപ്രായക്കാരനാ. അൾട്ടീസിന്റെ മുന്നേ പുതിയ ഇതാണ് നമ്മളെ ഈ ഷോപ്പിന്റെ ഓണർ. ഇന്ന് കേരളത്തിൽ നിലവിൽ ഞാൻ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് പരിചയമുണ്ട്, അറിവിൽ ഒരുപാട്. ഞാൻ പോലെ ഒരു വീഡിയോ ഇതിന് മുന്നേ ആരോ ചെയ്തൊരു വീഡിയോ കണ്ട് അതിലെ കമന്റുകൾ വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് അതിൽ എഴുതിയിട്ടുണ്ട്, അതായത് ഈ ഒരു ഷോപ്പിലെ കാര്യങ്ങളെ കുറിച്ച് അതിൽ ഒരുപാട് കമന്റുകൾ ഞാൻ വായിച്ചു. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വല്ലൊരു വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ട് വന്നതാണ്. നമ്മളെ സുഹൃത്താണ്, എൻ്റെ നാടാണ്. ഒക്കെ വലിയ വലിയ വണ്ടികളാട്ടെ, ഇന്നോവ, ക്രിസ്റ്റ, അങ്ങനത്തെ ഓരോ വണ്ടികൾ. ഇതെന്നല്ല, ഏത് വണ്ടി വേണമെന്നെങ്കിലും എത്തിച്ചു തരും. അപ്പൊ ഇവരെ ഓരോ വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തി തരാം. ഇവിടുന്ന് തുടങ്ങണേ. ഇന്നോവ ക്രിസ്റ്റ, ഇത് എത്ര മോഡലാ? ഇത് 2021 മോഡൽ അല്ലേ? വി ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർ ആണ്, 1.15 ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് റേറ്റ് നമുക്ക് ഒരു 19.25 ലക്ഷം രൂപ കൊടുക്കാം. 19.25 ലക്ഷം എവിടെ അവർക്ക് എല്ലാവർക്കും അന്വേഷിക്കാം. കാരണം 19 വി 2021 കിട്ടൂല. പേപ്പർ ആക്കിയാണ്ട് അതർ സ്റ്റേറ്റ് ആണ്, സിംഗിൾ ഓണർ ആണ്. നമുക്ക് സെക്കൻഡ് ഓണർക്ക് ഏത് ആർ ടി വെച്ചാൽ ആർ ടി മാറ്റി റീപ്ലേസും കാര്യങ്ങളും ഒരു റീപ്ലേസും ഇല്ല. അടുത്ത ക്രിസ്റ്റ ഇത് 2016 സെഡ് ഓട്ടോമാറ്റിക്. ഇതിപ്പോ നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. നമ്പർ മാറിയിട്ടില്ല. നമ്പർ നമുക്ക് ആർക്ക് എങ്ങോട്ടാ വേണ്ടി വെച്ചാൽ നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കാം. ഇതിനെന്താ റേറ്റ് വയ്ക്കുന്നത്? ഇത് നമുക്ക് 14,65,000 രൂപ കൊടുക്കാം. 14 ലക്ഷം സെഡ് ഓട്ടോമാറ്റിക് 65,000 രൂപ അല്ലേ? 1,47,000 കിലോമീറ്റർ കേട്ടോ. ഫുൾ കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട്, നമുക്ക് പാർട്ടിക്ക് വിട്ടു കൊടുക്കാം. അടുത്ത കാണാവാ. അടുത്ത ക്രിസ്റ്റ അതാ. ഇത് 2016. ഇത് ഓണർഷിപ്പ് തേടാണ്, പക്ഷെ കിലോമീറ്റർ ജെനുവൻ ആണ്. 1,10,000 കിലോമീറ്റർ ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട്. ഇല്ല റീപ്ലേസ് ഇതൊക്കെ നമുക്ക് G4 അല്ലേ? നമുക്ക് പുതിയ മോഡൽക്ക് കൺവേർട്ടും ചെയ്തതിന് ഒക്കെ. വേറെ വണ്ടിമേല് വേറെ വർക്കോ കാര്യങ്ങളോ നിലവിലൊന്നുമില്ല. ഇത് നമുക്ക് റേറ്റ് കൊടുക്കാം 10,70,75,000 രൂപ കൊടുക്കാം. 10,70,75,000 പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആട്ടോ. പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ്. അത് സോൾഡ് ആയിന്. അഡ്വാൻസ് ആയത്. ഇത് എത്ര മോഡൽ? ഇത് 2016 സെഡ് ഓട്ടോമാറ്റിക്. ഇത് കൊടുത്തല്ലോ. ഇത് അതും ഒപ്പം വന്നേന്. ഇത് സോൾഡ് ആയിന്. ഞാൻ സെഡ് ഓട്ടോമാറ്റിക് അതുണ്ട്. അടുത്ത മുതൽ കിടക്കണതാ. ഇത് 2018 ഡീസൽ. ഇതെന്താ സാധനം? ആൾട്ടീസ് 2018. ആൾക്കാർക്ക് കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സാധനമാണ്. നമ്മുടെ കൂടുതൽ കൊണ്ടുവരുന്ന സാധനം. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,42,000 കിലോമീറ്റർ ഓടിയുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് റേറ്റ് 7,90,000 രൂപ കൊടുക്കാം. വേറെ റീപ്ലേസും കാര്യങ്ങളും ഇല്ല, ഒരു റീപ്ലേസും ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. നേരെ ഇത് NOC എടുത്ത വണ്ടിയാണ്. കൊണ്ടോട്ടിക്ക് ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. KL84 NOC എടുത്ത വണ്ടി. നമുക്ക് നാളെ തന്നെ വേണമെങ്കിൽ നാളെ തന്നെ മാറ്റി. പെട്രോൾ ഡീസൽ പെട്രോൾ അല്ല, ഡീസൽ. അതേപോലെ ഇത് ഡീസലാണ്. 2018 വണ്ടി തന്നെയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അലവില് കാര്യങ്ങൾ പുതിയ ടയറാണ്, ന്യൂ ടയറാണ്. ഇത് നമുക്കൊരു 8,20,000 രൂപ കൊടുക്കാം. പേപ്പർ ആക്കിയാണ്ട് 8,20,000. ഇത് NOC എടുത്ത വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയാണ്. ഇത് 1,48 അല്ലേ? വേറെ റീപ്ലേസും ഒരു റീപ്ലേസും ഇല്ല. സർവീസ് ക്ലാസ് വരെ ഒറിജിനൽ ക്ലാസ് ആണ്. അടുത്ത ഇതെന്താ സാധനം? ഇത് വെന്റോ അല്ല, ഇത് വെന്റോ അല്ലേ? വോൾസ്വാഗൻ വെന്റോ 2016-17 രജിസ്ട്രേഷൻ. 14-17 രജിസ്ട്രേഷൻ. ഒറിജിനൽ കേരളയാണ്. നിലവിൽ ഇപ്പൊ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ നിലവിലൊന്നുമില്ല. നമുക്ക് 4,40,40,000 രൂപ കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിയാണ്? ഇത് 1,45.
ഇജിഞ്ഞ് ഇവിടെ വേറെ എന്തൊക്കെ ഓഫർ ഉണ്ട് പറഞ്ഞാൽ ഇന്നലെ എന്നോട് പറഞ്ഞു. ഓഫർ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉണ്ട് ഇന്നോവയിൽ നമുക്ക് ചെയ്ത് വലിയ ഓഫർ വേറെ ഇല്ലല്ലേ? അല്ലല്ല, അതൊക്കെ ഇത് പറഞ്ഞതൊക്കെ നല്ല റേറ്റ്, അവർക്ക് അന്വേഷിച്ച് വരാലോ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഇത്. നമുക്ക് ഒരു ഓഫറിൽ കൊടുക്കാം. എനിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇത് ഓഫറിൽ കൊടുക്കാം. ഇത് 2014 മോഡൽ, 2014 ലാസ്റ്റ്. എത്ര? ഇത് ഇങ്ങനെ നമ്പർ ആയ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് 2.25 ലക്ഷം രൂപ കൊടുക്കും. 2.25 ലക്ഷം രൂപക്കോ? 2014 ഡസ്റ്റർ. അലവില് കാര്യങ്ങൾ 85 ആണ്. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് വാറന്റി അത് നമുക്ക് മാറ്റി കൊടുക്കാം. ചെറിയൊരു വാറന്റി അത് മാറ്റി കൊടുക്കാന്നുള്ളതല്ലേ? വേറെ റീപ്ലേസുകളൊന്നും ഇല്ല വണ്ടി മേലെ. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടാട്ടോ സംഗതി. പിന്നെ അത് പോട്ടെ, അതൊക്കെ സോൾഡ് ആണ്. ഓക്കെ, അതൊക്കെ സോൾഡ്. ഇതുണ്ട് 2015 സിയാസ്. ZDI പ്ലസ് ആണ് കേട്ടോ. ഏറ്റവും ടോപ്പ് മോഡൽ, പുഷ്പട്ടം വരുന്ന മോഡൽ. ZDI പ്ലസ് അല്ലേ? ZDI പ്ലസ്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് കിലോമീറ്റർ 90,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആട്ടോ. ഓക്കെ, ഇത് നമ്പർ നമ്പർ ആക്കിയിട്ട് നമുക്ക് 4,40,000 രൂപ കൊടുക്കും. മോഡൽ എത്ര പറഞ്ഞു? 2015 ZDI പ്ലസ്, ഏറ്റവും ടോപ്പ് മോഡൽ. ഇതൊക്കെ കിടക്കുന്ന സാധനം. പിന്നെ ഇത് സോൾഡ് ആയിരുന്നു. ഫോർച്യൂണർ ബ്ലാക്ക്. അത് ഒരുപാട് എൻക്വയറി ഇപ്പൊ ഉള്ളതാണ്. അത് വരും, ഈ ആഴ്ചയിൽ വരാണ്ട് 2-3 വണ്ടി വരാണ്ട്. ഫോർച്യൂണർ ബ്ലാക്കിനോട് പ്രത്യേക ആൾക്കാർക്ക് ഇഷ്ടമാണ്. അടുത്ത ഇന്നോവ. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2011 ലാസ്റ്റ് കേട്ടോ. വി ഓപ്ഷൻ ആണ്. 2011. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു തട്ടുണ്ട് ഈ ഭാഗം. മേജർ അല്ല, ചെറുതായിട്ടൊരു തട്ടുണ്ട്. അപ്രോണോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. പക്ഷെ നമുക്ക് 4,40,000 രൂപ പേപ്പർ ആക്കി കൊടുക്കാം. ഓണർഷിപ്പ് തേർഡ്. അവർക്ക് പേപ്പർ ആക്കിയാണ്ട് നമുക്ക് വി ആണ്, ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയാണ്. നമുക്ക് 4,40,000 രൂപയ്ക്ക് ഫുൾ പേപ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കി കൊടുക്കാം. വി ഓപ്ഷൻ. ടയറും കാര്യങ്ങളൊക്കെ ടയറൊക്കെ ഉണ്ട്. ടയറൊക്കെ ഏകദേശം 80% ടയർ. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2012. 12 അല്ലേ? 12. ഇത് നമ്പർ സിംഗിൾ ഓണർ ആണ്. നമ്പർ ആക്കിയിട്ട് നമുക്ക് 5.25 ലക്ഷം രൂപ കൊടുക്കാം. 5.25 ലക്ഷം രൂപയ്ക്ക് നല്ല ടോപ്പ് റേറ്റ്. ഓണർഷിപ്പ് എത്രയാണ്? ഇത് സിംഗിൾ, ഇപ്പൊ നിലവിൽ സിംഗിൾ ആണ്. നമുക്ക് സെക്കൻഡ് മാറ്റി കൊടുക്കാം. ഇതിന്റെ ഇത് 2015 മോഡൽ അല്ലേ? ഇത് നമുക്ക് ഇങ്ങോട്ട് കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ട് 7,70,000 രൂപ കൊടുക്കാം. 7,70,000 നമ്പർ ആക്കിയിട്ട് G4 ഉള്ളൊക്കെ ഫുള്ള് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. LCD കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതാണ്. സെറ്റാണ്. അടുത്ത വണ്ടി, അടുത്ത ഇന്നോവ. ഇത് 2012 ഡിസംബർ ലാസ്റ്റ് വണ്ടി. 2012 ഡിസംബർ ലാസ്റ്റ് വണ്ടി. ഇന്നോവ ടൈപ്പ് G4 തന്നെയാണ്. G4 വരുന്നത്. ഇതൊക്കെ ടൈപ്പ് 4 കൺവേർട്ട് ആയിട്ടോ. ടൈപ്പ് 3 വരിക. ടൈപ്പ് 4 കൺവേർട്ട് ആക്കിയാണ്. എത്ര കിലോമീറ്റർ ഓടിനെ? ഇത് കിലോമീറ്റർ 1.45 1.5 ലക്ഷം കിലോമീറ്റർ ആ റേഞ്ചിലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഇത് നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ കിട്ടും. ഒക്കെ പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആട്ടോ. ഇതോ? ഇത് 2014 ജിആറിന്റെ ഗ്രില്ല് കാര്യങ്ങള്, ബാക്ക് ടൈം ലാമ്പ് ഒക്കെ കോസ്റ്റ്ലി ആണ്. ബാക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിന്. ടയർ ഫ്രണ്ടത്തെ ന്യൂ ആണ്. ഉള്ളു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയത് ചെയ്തതാണ്. കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളി കട്ട സീറ്റ് കേട്ടോ. ഇത് 7,30,000 രൂപയ്ക്ക് നമുക്ക് 7,30,000 രൂപയ്ക്ക് അല്ലേ? 2014 ലാസ്റ്റ് നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആട്ടോ. അടുത്ത ഇന്നോവ 2013 ലാസ്റ്റ് വണ്ടി. സിൽക്കി ഗോൾഡ്. ഇതിനൊക്കെ ഒരുപാട് ആളുകൾ ഉള്ളൊരു വണ്ടിയാണ് ഈ കളറിന്. ഇവന്റെ പ്രത്യേകത എന്താ അറിയോ? ഇവൻ നേരിട്ട് പോവാണ്. ഇവന്റെ ചെറുപ്പത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. ആളിന്റെ കാട്ടിലൊക്കെ ഒരുപാട് പ്രായം കുറഞ്ഞ ആളാണ്. അപ്പോൾ ഇവൻ നേരിട്ട് പോയിട്ട് ഇവന്റെ അങ്ങോട്ടുള്ള വണ്ടിക്കൂലി, പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി, പിന്നെ ഇതിന്റെ ചെറിയൊരു വാടക, അത് അത്ര ഓന്റെ ഇതിമലൊന്നും വല്ലാതൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ലാഭം, ഇങ്ങനെയൊക്കെ വില കുറച്ച് കൊടുത്താലൊന്നും വല്ലാതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് ഓന്റെ ഒരു വട്ടച്ചെലവ്, അതായത് ഓന്റെ ചെലവിലുള്ള എടുത്തിട്ട് ബാക്കി. ഇതൊക്കെ പറഞ്ഞ 2013 ലാസ്റ്റ്. 2013 ലാസ്റ്റ് അല്ലേ? വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യല്ലേ വണ്ടി. അലവില് കാര്യങ്ങളൊക്കെ കയറ്റിന്. അലവിലൊക്കെ ഉണ്ട്. അലവില് ചെയ്തതിന്, LCD കാര്യങ്ങളൊക്കെ ചെയ്തതിന്. ഇത് നമുക്ക് 6,60,000 രൂപ കൊടുക്കാം. പേപ്പർ ആക്കിയുള്ള റേറ്റ് ആട്ടോ. 6,60,000 സിംഗിൾ, നിലവിൽ സിംഗിൾ ഓണർ ആണ്. സീറ്റ് കവർ ഒക്കെ ചെയ്തതിന്. വേറെ പണിയോ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പൊ അടുത്ത വണ്ടി ഇത് ബെൻസ്. 2011. 2011 മോഡൽ ബെൻസ്. ഇതിന്റെ ഐഡിയ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ ബെൻസിനെ കുറിച്ച്. C250 ആണ്. 2011 ലാസ്റ്റ് മോഡലാണ്. 2011 ലാസ്റ്റ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരാളെ വണ്ടി. അത് നമ്മൾ വാങ്ങിയ വണ്ടിയല്ല, വണ്ടിയാണ് അവര് വെക്കാൻ വെച്ച നല്ല വണ്ടിയാണ്. രണ്ടാമത്തെ ഓണർ അല്ലല്ല, ഓണർഷിപ്പ് ഇതുണ്ട്. 4 ഓണർഷിപ്പ് ആയിരുന്നു. നമുക്ക് റേറ്റ് 5,80,000 നമുക്ക് വണ്ടി എടുക്കാം. ഡീസൽ പെട്രോൾ? ഡീസൽ ഓട്ടോമാറ്റിക്. 2000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 1,20,000 കിലോമീറ്റർ ജെനുവൻ.
ഒരു 20,000 കിലോമീറ്റർ. വണ്ടി വേറെ വർക്കോ കാര്യങ്ങളോ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാം, നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാം. എക്സ്ചേഞ്ച് കാര്യങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം നമുക്ക്. എക്സ്ചേഞ്ച് അല്ലേ? ഇതിൽ ലോൺ സൗകര്യം കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആധാർ കാർഡും പാൻ കാർഡും അതെ അതൊക്കെ നമുക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഒരു പൈസ ഇല്ലാതെ ചിലപ്പോ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികൾ തന്നെയാണ് ഈ പറഞ്ഞ വണ്ടികളൊക്കെ. പൈസ തരാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ്. പക്ഷെ നമുക്ക് ചെറിയ കാലതാമസം വരും. ഒരു 10, 15, 20 ദിവസം നമുക്ക് NOC എടുത്ത് വന്ന് ലോൺ ആയി വരുമ്പോഴത്തേനും. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ബെൻസ് അല്ലെ ഒരു BM. ആ വണ്ടി ഒന്ന് കാണിച്ചു തരാം. അഭിവാ, ഇത് 2013, 14 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2013. ഇതിനെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 5 സീരീസ് ആണ്, 520D വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതിന്റെ വേറെ വർക്കോ കാര്യങ്ങളോ ഫുൾ വർക്ക് ഇപ്പൊ ചെയ്ത്, അതായത് ടൈമിംഗ് ചെയിന്, ഓയിൽ കാര്യങ്ങളെല്ലാം ഫുൾ എല്ലാ വർക്കും ഇപ്പൊ ചെയ്തതാ. എല്ലാ വർക്കും കഴിഞ്ഞു. ഒരു വർക്കും ഇപ്പൊ നിലവിൽ എടുക്കാനില്ല. വേറെ പെയിന്റിങ്ങോ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യും. നിലവിൽ NOC എടുത്തിട്ടില്ല. നമുക്ക് പാർട്ടിന്റെ നേർക്ക് ഡയറക്റ്റ് എടുത്തു കൊടുക്കാം. പാർട്ടിക്ക് നേരിട്ട് ഡയറക്റ്റ് മൂന്നാമത്തെ ഓണറേ ആവുള്ളൂ. നിലവിൽ ഇത് രണ്ടാമത്തെ ഓണർ. നിലവിൽ രണ്ടാമത്തതാണ്. ഇത് നമുക്ക് NOC നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അതൊക്കെ ടോപ്പ് റേറ്റ്. അങ്ങനെ അന്വേഷിച്ചാല് മാർക്കറ്റ് അന്വേഷിച്ചാല് കറക്റ്റ് കിട്ടും. ഇതിന്റെ സർവീസ് കാര്യങ്ങൾ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. ഇത് പെട്രോൾ ഡീസൽ ആണല്ലോ സാധനം അല്ലേ? ഓക്കെ. ഇത് ഈ സാധനം വേറെ ഉണ്ടല്ലോ. ഇത് ക്യാംബ്രി 2014 ഹൈബ്രിഡ് ആണ്ടത്. അതൊരു റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസോ പെയിന്റ് വരെ 95% ഒറിജിനൽ പെയിന്റ് ആണ്. ഇതിന് കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 55,000 കിലോമീറ്റർ. ഓണർഷിപ്പ് പെട്രോൾ ഡീസൽ. ഇത് ലാസ്റ്റ് സർവീസ് 2021 വരെ കമ്പനിയിലുള്ളൂ. പെട്രോൾ ഡീസലോ? ഇത് പെട്രോളാ വരാ. നമുക്ക് ഹൈബ്രിഡ് അല്ലേ? ഹൈബ്രിഡ് അങ്ങനല്ലേ? അപ്പം പറ്റും. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയത് ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ ഷോറൂം കണ്ടീഷനിലുള്ളതാണ്. ഓണർഷിപ്പ് ആണ്. 4 ഓണർ ആയിരുന്നു. ഒരു കമ്പനിയിൽ നിന്ന് മാറിയത് വണ്ടി. വണ്ടി ഇവിടെ വന്ന് നോക്കിയേക്കാണെങ്കിൽ നിങ്ങൾ 4 ഒന്നും പറയില്ല. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നഷ്ടാവില്ല. ഇത് റേറ്റും നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാം. ചെറുവണ്ടി ഞാൻ കൊണ്ടുപോയില്ലല്ലോ. ഇത് നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാം. പാർട്ടിക്ക് എത്ര കൊടുക്കാം? ഇത് ഹൈബ്രിഡ് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 10,4 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ആളെ പേര് പേപ്പർ ആക്കിയിട്ട് നമുക്ക് 10,4 ലക്ഷം രൂപയ്ക്ക് സാധനം കൊടുക്കാം. ഏകദേശം 14-15 നല്ല മൈലേജും കിട്ടും. അത് സോൾഡ് ആണ്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് 2011 അൾട്ടീസ് ഒന്ന് വൃത്തിയാക്കി 84 സീറ്റ് മോഡലല്ലേ? ഇത് നമുക്ക് 2,40,000 കൊടുക്കാം. 2,40,000 2011 വണ്ടി. 13 മോഡൽ. ഇത് പെട്രോൾ ഡീസൽ വരുന്നത്. ഇത് നമുക്ക് 5 കൊല്ലത്തെ പേപ്പർ ആക്കി കൊടുക്കാം കേട്ടോ. 2,40,000. ഇത് ഡീസൽ തന്നെ അല്ലേ? പിന്നെ ഇത് വണ്ടി, അതായത് വണ്ടി പുറത്തു പോയിട്ട് വണ്ടി എടുത്തു കൊടുക്കുന്ന സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ അത് നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടി നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ പോകുമ്പോൾ ഒരു 10, 30, 40 വണ്ടി എടുക്കുമ്പോൾ അതിൽ ഏകദേശം 20 വണ്ടി നമ്മൾ പുറത്ത് കസ്റ്റമർക്ക് ഡയറക്റ്റ് പുറത്തെ ഡീലർമാർക്കും അവർക്കും നമ്മൾ ചെയ്ത് കൊടുക്കല്. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോഴേ എന്റെ ഇവിടെ ഉള്ള വേറെ ആളോട് ഞാൻ ചോദിച്ചു, നമുക്ക് മറ്റേ ആളുണ്ടല്ലോ മൂപ്പരോട്, നിങ്ങൾ പാർട്ണറോട് ഞാൻ ചോദിച്ചു, പിന്നെ എനിക്കൊരു റോൾസ് റോയ്സ് വേണമെന്നിരുന്നു. ഒരു 3 ദിവസം കൊണ്ട് എത്തുന്ന പറഞ്ഞു എന്നോട്. 3 ദിവസം കൊണ്ട് സാധനം എത്തുന്ന പറഞ്ഞു റോൾസ് റോയ്സ്. എനിക്ക് ഏതാ കളർ വേണ്ട ചോദിച്ചിട്ടുണ്ടോ? അതേമാതിരി ഇവനോട് സാധനം പറഞ്ഞു കഴിഞ്ഞാല് ഇവനെന്താ പറയുക, ഇവൻ അവിടെ ഇവന് ഡൽഹി, വെസ്റ്റ് ബംഗാൾ ആ ഭാഗത്തുള്ള വണ്ടികളാവും കൂടുതൽ കൊണ്ടുവരല്ലേ. നമ്മള് പുറത്തെ വണ്ടിയാണ്. നമ്മൾ ഇവിടെ നാട്ടിലെ വണ്ടി വല്ല നമ്മൾ ഒന്നാമത് ഡീലർമാർക്ക് കൂടെ വണ്ടി കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കച്ചവടക്കാർക്ക് കുറെ വണ്ടി കൊടുക്കില്ല. അവിടെ എനിക്ക് കുടുംബക്കാരെങ്കിലുണ്ടോ? അവിടെ ഉണ്ട്, നമ്മളതായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അത്രയ്ക്ക് എക്സ്പീരിയൻസ്. അതായത് അവിടുന്ന് ശരിക്കും ഇവന്റെ കച്ചവടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കല്ല, അത് കേരളത്തിൽ ഒരുവിധം ഡീലർമാർ വന്നാണ്ട് ചിലപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വണ്ടി കച്ചവടം ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് അബിനോട് ഞാൻ വണ്ടി കണ്ടാണ്ട് ഞാൻ വരും, അബി ആ വണ്ടി ഞാൻ വിക്കട്ടോ പറയും. പക്ഷെ വൈകുന്നേരം വരുമ്പോൾ ആ വണ്ടി ഉണ്ടാവില്ല. അത് ഇന്ന ഡീലർ വേഗം സോൾഡ് ആവും. ഇതൊക്കെ പറഞ്ഞപ്പോ ഈ വീഡിയോ ഒക്കെ വേഗം ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് സോൾഡ് ആവുന്നുണ്ട്. അറിയില്ല. പക്ഷെ നമുക്ക് ഇതിന് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ 1, 2, 3 വണ്ടി നമ്മൾ എടുക്കാത്ത ദിവസങ്ങളില്ല, എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്. ഇതിവിടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കൊണ്ടോട്ടി എയർപോർട്ടിന്റെ അടുത്ത് കറക്റ്റ് പറഞ്ഞാണെങ്കിൽ കോഹിനൂറിന് എയർപോർട്ടിലേക്ക് പോണ റോഡിൽ പുത്തൂർ പള്ളിക്കൽ പറഞ്ഞ സ്ഥലത്താണ്. അൽഫ യൂസ്ഡ് കാർസ് എന്നാണ് ഞാൻ വീഡിയോ. വേറെ കാര്യം പറയാം, നമ്മൾ പുതിയ ഷോറൂം ഓപ്പൺ ആകാണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു 50 സെന്റ് സ്ഥലത്ത് അടിപൊളിയായിട്ട്. അത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാടല്ല, നമ്മളവിടെ കൊണ്ടുപോയി ഇട്ടതാണ് മണ്ണാർക്കാട്. അപ്പൊ മെയിൻ ആയിട്ട് ഇവന്റെ കച്ചവടം എന്ന് വെച്ചാൽ ഡീലർമാരാണ്. അപ്പൊ ആളുകൾ ശ്രദ്ധിക്കൂല. ചിലപ്പോൾ ചെറിയൊരു ഡീലർമാർ പ്രത്യേകം വെച്ചിട്ടാണെങ്കിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെറിയ ഒരു പുറത്തുനിന്ന് ഒരു പാർട്ടിന്റെ അടുത്തൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ ആ വണ്ടി കുറച്ച് വൃത്തിയുറവുണ്ടാവും. ഒരു ഡീലർ എന്താ ചെയ്യുക, ആ വണ്ടിനെ എടുക്കും, ആ വണ്ടി എടുത്തിട്ട് ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിക്ക് ആ വണ്ടി ഇഷ്ടപ്പെടും. അതാണ് ഡീലർമാർ. പക്ഷെ ഇവന്റെ പരിപാടി അങ്ങനെ, ഇവൻ നേരിട്ട് വണ്ടിയുടെ കൊണ്ടുവരാ അവിടെ വിൽക്കുക.
പിന്നെ ഞാൻ പറഞ്ഞില്ല ആ ഒരു ചെലവ് അങ്ങോട്ട് പോണ ചെലവ് ചെറിയൊരു പൈസ ലാഭം എടുത്തിട്ട് ഓൻ വണ്ടി അല്ല അത് നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് ഇവർക്ക് ഒരു വണ്ടിന്റെ നോക്കുമ്പോൾ ഇവർക്ക് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവർ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് കറക്റ്റ് കിട്ടും. കാരണം നമ്മൾ ഏതൊരു വണ്ടി ഇവർക്ക് കറക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് മാറ്റം ഇവർക്ക് എന്തായാലും ഫീൽ ചെയ്യും. നമ്മളിപ്പോ ഏത് വണ്ടി വേണമെന്നുള്ള ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എടുത്തെടുക്കാം. അത് പ്രീമിയം ആയിക്കോട്ടെ. നമ്മൾ കൂടുതൽ ഇപ്പൊ നമ്മൾ ചെയ്യല് ഫോർച്യൂണർ ടയോട്ടന്റെ വണ്ടികളാണെങ്കിൽ അധികം ചെയ്യല്. പക്ഷെ പ്രീമിയം വണ്ടികൾ നമ്മൾ എടുത്ത് കൊടുക്കലുണ്ട്, കൊണ്ടുവരലുണ്ട്. ഏത് വണ്ടി നമുക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ അത് നല്ല റേറ്റിന്. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഒരു കേരള വണ്ടിയായിട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്രിസ്റ്റമലൊക്കെ എന്തായാലും ഒരു 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ മാറ്റം ഉണ്ടാവും. ക്രിസ്റ്റമല് എന്തായാലും മാറ്റം ഉണ്ടാവും. ഡയറക്റ്റ് ഒക്കെ അവർ പേയ്മെന്റ് ചെയ്ത് എടുക്കുന്നതാണെങ്കിൽ എങ്ങനെയാലും അവർക്ക് പിന്നെ വിറ്റാലും 1-1.5 ലക്ഷം രൂപ കിട്ടുന്ന ക്വാളിറ്റി നമുക്ക് കൊടുക്കുള്ളൂ. അതായത് ഡീലർമാർക്ക് കൊടുക്കണം അതേ റേറ്റ് നമുക്ക്. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരാള് പറയണം എനിക്കിപ്പോ ഇന്ന ലെവലുള്ള ഒരു ഫോർച്യൂണർ ഇത്ര കിലോമീറ്ററോട് വേണ്ടി ഇത്ര ഓണർഷിപ്പ് ഉള്ള ഒരു വണ്ടി അവിടുന്ന് എത്തിച്ചു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ റൂൾസ് എങ്ങനെ ചെയ്യാം? അത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് അവർക്ക് ഏതാണോ ഇയർ ആ ഇയർ അനുസരിച്ച് നമ്മൾ വണ്ടി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന് എല്ലാ ഇൻസ്പെക്ഷനും നടത്തി നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും. ഇതിന്റെ പോരായ്മകളും ഇനി വരാനുള്ളത് അതേ ഹിസ്റ്ററി എത്ര ഉണ്ട്, അതിന്റെ കിലോമീറ്റർ പിന്നെ റീപ്ലേസ് എല്ലാ കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം അവർക്ക് ആ വണ്ടി നമ്മൾ എന്ത് ചെയ്തു. പക്ഷെ അതിന്റെ കച്ചവടം എങ്ങനെ ചെയ്യാം? ഇവരോട് പിന്നെ ആ പാർട്ടിനായിട്ട് നേരിട്ട് കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ ഇജി കച്ചവടം ചെയ്തെടുക്കുക അതിന്റെ ഒരു ഉദ്ദേശം ചോദിക്കാട്ടോ. എങ്ങനെ അവിടെ കച്ചവടം ചെയ്യണമെങ്കിൽ അങ്ങനെ ഇവിടുത്തെ അവിടെ നമ്മള് അതെന്താന്ന് വെച്ചാൽ നമ്മള് ആദ്യം പാർട്ടിന്റെ വില ആക്കിയാണ്ട് എടുക്കുക ചെയ്യാം. എന്നിട്ട് ഇവർക്ക് അത് റേറ്റ് വെച്ചാണ്ട് നമ്മൾ ചെറിയ ലാഭം ഇട്ടാണ്ട് കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ലാഭം ഇല്ല. അല്ല അവിടെ നമുക്ക് ഇത്രക്ക് വണ്ടി കിട്ടാണ്ട് പിന്നെ നമുക്കൊരു 10 റുപ്യ 20 റുപ്യ വേണം. ആ കച്ചവടം അല്ല നമ്മളത്. നമ്മളൊരു വിലക്ക് എടുക്കുന്ന വണ്ടിക്ക് എന്നിട്ട് അതിന് എന്തെങ്കിലും ലാഭം വെച്ചാണ്ട് ചിലപ്പം 10 വെക്കും 20 വെക്കും 50 വെക്കും. അതൊക്കെ പിന്നെ നമ്മളത് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ അവര് ചെറിയ ലാഭം വെച്ചാണ്ട് എന്തായാലും എന്ത് ചെയ്യും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു പാർട്ടി ടോക്കൺ തന്നാല് ആ വണ്ടികൾ എടുത്തോളി എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ എത്തിച്ചു കൊടുക്കും. ആ വണ്ടി ഇവിടെ എത്തിച്ചു കൊടുക്കും. ആ സിസ്റ്റം അതെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിലവിൽ നമ്മൾ കൊടുത്തു. ഡീലർമാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ചിന്തിക്കൂല ഒരു പാർട്ടിക്ക് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെറുങ്ങനെ ഒന്ന് വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് മയമാക്ക ചായ ഇട്ടു നീ ചായ അതെന്താ സാധനം എന്താ ചായ മൂപ്പരാട്ട് എന്നോട് പറഞ്ഞത് ഞാൻ എനിക്കൊരു റോൾസ് റോയ്സ് വേണമെന്ന് പറഞ്ഞു. ഇജി മറ്റന്നാൾ വന്നോ പറഞ്ഞോട്. അപ്പൊ സാധനം എത്തിച്ചരാന്ന് കട്ടൻ ചായ അടിക്കാൻ മതി. അയ്യോ കട്ടൻ ചായയും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ നിങ്ങളെ വീഡിയോ ഒക്കെ എന്തായാലും ഔട്ട് ചെയ്യാൻ നല്ല ചുണ്ട് ഉണ്ടാക്കി ഞങ്ങള്. ഈ വിധത്തപ്പോ വിചാരിച്ചേ ഞാനിപ്പോ വീഡിയോയിലെ ആ വീഡിയോ ഏതൊരു റോഡ് മാസ്റ്റർ ചെയ്തൊരു വീഡിയോയിലെ കമന്റ് വായിച്ചേക്ക്. സത്യം പറയണ ഞാൻ അത്ഭുതപ്പെട്ടു. അതിൽ ആ കമന്റ് കാണണം ഫുള്ളായിട്ട് ഇവർക്ക് എതിരായിട്ട്. മൂപ്പരിക്കൊണ്ട് ആ വീഡിയോ മൂപ്പര് കയ്യിൽ കൂടുതൽ വ്യൂസ് നിന്നുണ്ട്. 75,000 വ്യൂസ് രണ്ടുകൊണ്ട്. അതിൽ ഞാൻ കുറെ കച്ചവടം നടന്നു. അതിൽ ആ വണ്ടിയൊക്കെ ഏറ്റുപോയി. അതിലുള്ള ഏത് വണ്ടി അവിടെ ഉള്ളു? ഒറ്റ വണ്ടി ഇല്ല. അതിലുള്ള വണ്ടി നമ്മുടെ കാണില്ല. ആ ഡസ്റ്റർ പിന്നെ ചെറിയ വർക്ക് ഉണ്ട്. അത് എടുത്തിപ്പോ ഇന്നലെ ഞാൻ എത്തിയിട്ടുള്ളൂ. ഏതായാലും ഒരിക്കൽ വന്ന സംഗതി കാണാൻ ഇവിടെ വണ്ടി അല്ലാന്നില്ല കേട്ടോ. പക്ഷെ വണ്ടി വെച്ചാൽ ലെയിൽ എപ്പോഴും വണ്ടി ഉണ്ടാവും. ഇപ്പോഴും ലെയിൽ ഇപ്പൊ നാളെ പറഞ്ഞ് ബാംഗ്ലൂർ പോയിട്ട് 3-4 വണ്ടി കൊണ്ടുവരാണ്ട് അങ്ങനെ ലെയിൽ എപ്പോഴും വണ്ടി ഉണ്ടാവും. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇന്നെ പറഞ്ഞാൽ മൂപ്പരോട് എത്തിച്ചു തരും. വരാ പോവാ നിർത്തിയിട്ട് എന്ത് കാര്യ? അതെന്താ കിട്ടുന്നത്? 10-15 രൂപ കിട്ടിയിട്ട് വേഗം കൊടുക്കുക, അടുത്ത വേറെ കൊണ്ടുവരിക. അതന്നെ പരിപാടി. കൂടുതൽ വൃത്തിയാക്കി നല്ല ചൊറുക്കി ആളുകൾ അങ്ങനെ നിങ്ങൾക്ക് വണ്ടി തരും. മണ്ണാർക്കാട്ട് നമ്മൾ വേറെ ഷോറൂം വരുന്നുണ്ട്. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം. പക്ഷെ അതൊരു കണക്കിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ 4 വണ്ടി നിർത്തല് അല്ല ഒരു 4 ലക്ഷം റുപ്യന്റെ ഒരു വണ്ടി ഉണ്ടല്ലോ. 4 ലക്ഷം റുപ്യന്റെ ഒരു വണ്ടി മേലെ ശരിക്ക് ചിലപ്പോ ഒരു 10,000 കയറ്റി കഴിഞ്ഞാല് ചിലപ്പോ ആ വണ്ടി നമുക്ക് നല്ല വില നോക്കാൻ കഴിയും. ഒരു 6 ലക്ഷം റുപ്യന്റെ മാർക്കറ്റുള്ള വണ്ടിയാണ് ചിലപ്പോൾ 4 ലക്ഷം റുപ്യക്ക് പാർട്ടിനോട് കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിയ ഡീലർമാരെന്താ ചെയ്യാറ്? അത് ചെറുങ്ങനൊന്ന് വൃത്തിയാക്കിയില്ല. ഞാൻ ആ പണിക്ക് പോയതാ. അതൊരു 10-20 കയറ്റി ആ വണ്ടി 6 ലക്ഷം റുപ്യക്ക് വിൽക്കണം. പെട്ടുപോകും. അത് ചിന്തിക്കണില്ല. ഈ വണ്ടി യൂസർ കാർ വന്ന് എടുക്കുന്ന ആളുകളെ പാർട്ടിക്ക് എന്താ വിഷയം എന്ന് വെച്ചാല് നല്ല കുളൂസായിട്ട് നമ്മളെപ്പോഴും അത് അങ്ങനെ ഉണ്ടാവില്ല നമ്മളെ വണ്ടികൾ. കാരണം എന്താ വെച്ചാൽ നമ്മള് ഡീലർമാരാണ് അധികം കൊണ്ടുപോകുന്നത്. പക്ഷെ ഞാൻ ഒരു നല്ല കുളൂസായിട്ടുള്ള വണ്ടി ഞാൻ എടുക്കില്ല. ഇന്നൊരു അഭിപ്രായം ഞാൻ ആ ഫീൽഡിൽ കുറെ ചെയ്താണ്. അതെ അതെ എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു കുളൂസായിട്ട് വണ്ടി ഇനിയിപ്പോ പെയിന്റിംഗ് എന്താ ടച്ചപ്പോ കാര്യം 10, 20, 25,000, 30,000 ഉണ്ടാവുള്ളൂ. ആ 30,000 ചെയ്ത് കഴിഞ്ഞൊക്കെയാണെങ്കിൽ നമുക്കതൊരു ഒരു 50,000 കൂടെ അതിൽ കൂടി കിട്ടും. നമുക്ക് എന്താന്ന് വെച്ചാൽ അതിനുള്ളൊരു നേരം ഉണ്ടാവില്ല. ഇവിടെ പണിക്കാരും പാടിയും ഒത്തു കിട്ടണ്ടേ. അപ്പൊ നിങ്ങൾ എയർപോർട്ടിലേക്ക് പോണ വൈക്കല് കോയിന്നൂർന്ന് എയർപോർട്ടിലേക്ക് പോണ വലിയ എയർപോർട്ടിൽ നിന്ന് നേരെ കോയിന്നൂർക്ക് പോണ വൈക്കല്
നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നില്ല പുത്തൂർ പള്ളിക്കൽ ഈ ജംഗ്ഷനിൽ ഈ വളവ് തന്നെ ഈ അൽഫ യൂസ്ഡ് കാർസിലൂടെ ഒന്ന് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്താളി. നമ്പർ അവര് നമ്പറിൽ വിളിച്ചോട്ടെ. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യും. നിങ്ങളെ നമ്പറിൽ നോക്കി വിളിച്ചോളി. ഓല വീഡിയോ തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളി. നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും നഷ്ടം വരില്ല. അപ്പോൾ ഓക്കെ, ബൈ.